ഹലോ കൂട്ടുകാരെ, ഇന്ന് വന്നിട്ടൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. അത്യാവശ്യം നല്ല മഴയുള്ള ഒരു ദിവസമാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരു 7 മാസമാവും അല്ലേ. 7 മാസമായി ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരു കാറ് ഡ്രൈവ് ചെയ്തിട്ട്. നമ്മളെന്ന് പറയും ചേട്ടൻ ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ ഇവിടെ ഇരുന്ന് വാചകം അടിക്കുന്നു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്ന് കാണാൻ കേട്ടോ, നമ്മൾ എവിടെയൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്നിട്ട് ഡീസൽ അടിക്കണം. അതിനുശേഷം എവിടെ പോകുന്നു ചേട്ടാ? ചേട്ടൻ്റെ ഉദ്ദേശപ്രകാരം നമ്മൾ എവിടെയാണ് പോകുന്നത് പറഞ്ഞോളൂ. എവിടെ വേണോ പോവാന്നോ? അപ്പോൾ ഒരു ഓപ്പൺ ഓഫറാണല്ലേ, എവിടെ വേണോ പോവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. പക്ഷെ നല്ല മഴയുണ്ട്, നല്ല കുണ്ടും കുഴിയുള്ള വഴി. ഈ വണ്ടി പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിലോട്ട് കയറി കേട്ടോ. അപ്പോൾ അത് അതൊക്കെ പോട്ടെ. നമ്മുടെ ഈവനിങ് പ്ലാനൊക്കെ നമ്മൾ മാറ്റി. നമ്മളിപ്പോൾ വന്നിട്ട് ഒരു TV നോക്കാനായിട്ട് പോവാണ്. പ്ലാനുകളൊന്നും ഇല്ലായിരുന്നു. ചേട്ടാ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു നമുക്ക് TV നോക്കാൻ പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ആഗ്രഹിച്ചെടുത്തൊരു TV ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് വാങ്ങിച്ചതാണെന്ന് പറയാം അല്ലേ. അങ്ങനെ ഒരു TV ആയിരുന്നു. പക്ഷെ അത് എന്തോ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി. നമ്മൾ റിയൽമിയുടെ ഒരു TV ആണ് എടുത്തത് അല്ലേ ഏട്ടാ. പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുമ്പോൾ മാത്രം ഇങ്ങനെ യൂസ് ചെയ്യും. നമുക്ക് ഒരു മൂവി ടൈമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന TV ആണ്. പെട്ടെന്ന് അത് കംപ്ലൈൻ്റ് ആയിപ്പോയി, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും കഴിഞ്ഞ തവണ വന്നപ്പോഴേ മാറ്റണം. അത് നന്നാക്കാൻ ഏതാണ്ട് 20,000 രൂപയോളം വരും അല്ലേ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വേണ്ട, ഇനി നന്നാക്കി പിന്നെ അത് വീണ്ടും ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ ഒരു TV പോയി നോക്കാം, ഏതാണ് ബെറ്റർ, TV വാങ്ങിക്കുന്നതാണോ ബെറ്റർ, അതായത് നന്നാക്കി എടുക്കുന്നതാണോ എന്ന് TV ഷോപ്പിൽ പോയതിന് ശേഷം തീരുമാനിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ എന്നാൽ ശരി, നമുക്ക് TV ഒക്കെ പോയി നോക്കിയിട്ട് വരാം. ഉള്ളപ്പോഴൊക്കെ TV സിനിമയൊക്കെ കാണാൻ പറ്റും എന്ന് വിചാരിച്ചിരിക്കണം. പറയൂ ഗൈസ്, ഈ സ്ഥലം ഇവിടെ നിങ്ങളൊന്നും എനിക്ക് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ആരെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യൂ, അങ്ങനെ നിങ്ങൾ പറയരുത്, കമൻറ്റ് ചെയ്യും. നോക്കണേ, ഈ ഒരു സംഭവം ആം റെസ്റ്റ് എന്ന് പറയുന്ന സംഭവം, ഇത് ഡ്രൈവറിന് കൈവയ്ക്കാനുള്ളതാണോ അത് ഡ്രൈവറിന് കൈവയ്ക്കാനുള്ളതാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പ്ലീസ്. എൻ്റെ അഭിപ്രായത്തിൽ 2 പേർക്കും കൈവയ്ക്കാനുള്ള ഇടമാണ്. അതിനാണ് ഇത്രയും വീതിയൊക്കെ കൊടുത്തിട്ടുള്ളത്. മിണ്ടുന്നില്ല, ഇപ്പം കുട്ടി മിണ്ടുന്നില്ല. ഓക്കെ ശരി. അപ്പോൾ അങ്ങനെ ടി വി നോക്കി നമ്മൾ അവസാനം ലുലു മാളിലേക്ക് എത്തിയിരിക്കുകയാണ്. മൈജിയിലൊന്ന് ചെറുതായിട്ട് പോയി നോക്കി. അപ്പോൾ നമ്മുടെ കൊക്കിലൊതുങ്ങുന്നതൊന്നും അല്ല. അപ്പോൾ വീണ്ടും നമ്മുടെ മനസ്സൊന്ന് ചാഞ്ചാടി. ഓക്കെ, ഇനി എന്നാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ പഴയ TV ഒന്ന് നന്നാക്കിയാലോ എന്നുള്ള ചിന്തയൊക്കെ വന്നായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും ക്യൂ ആണ് ദൈവമേ. കാറുകൾ നിരയായിട്ട് കിടക്കുകയാണ്. അറിയാലോ, ഒരു ഓണത്തിൻ്റെ ആ ഒരു സമയത്തെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ഓണത്തിൻ്റെ തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ വരെ നമുക്ക് 1 മണിക്കൂർ വരെ ഫ്രീ ആയിരുന്നു കേട്ടോ ലുലുവിൽ. ഇപ്പം വന്നിട്ട് 2 മണിക്കൂറിന് 30 രൂപ. അപ്പം 3 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് 3 മണിക്കൂറായ റേറ്റ് കൂടുമായിരിക്കും. അപ്പം എന്തായാലും 30 രൂപ കൊടുത്തേ പറ്റൂ പാർക്കിങ്. ഇത് കുറച്ച് കഠിനമല്ലേ ലുലു മാമ, എന്തായാലും കുഴപ്പമില്ല. അവസാനം ഒരുപാട് നേരത്തെ ക്ഷമയുടെ ഫലമായിട്ട് നമുക്ക് പാർക്കിങ് കിട്ടിയിരിക്കുകയാണ്. 4ാമത്തെ ഫ്ലോറിലാണ് പാർക്കിങ് കിട്ടിയത്. അപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ തിരക്ക്. നമ്മൾ ഓണത്തിൻ്റെ അടുപ്പിച്ച് വന്ന വേറൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ പോസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിലാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം സാരമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്ങനെയൊക്കെയോ സ്ഥലം കിട്ടി നമ്മൾ പാർക്ക് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ലുലു കണക്റ്റിലൊക്കെ പോയി എല്ലാമൊക്കെ TVയുടെ വില കണ്ടപ്പോൾ വയറ് വിശന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വിചാരിച്ചു ഒരു ലൈറ്റായിട്ട് ഒരു ചായയും ഒരു 2 ഉഴുന്നുവടയും വാങ്ങിച്ചാൽ അതിലെടുക്കാമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ഉഴുന്നുവടയായിരുന്നു, നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട. ആ തക്കാളി ചട്നിയിലും സാമ്പാറിലും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഒരു നെയ് റോസ്റ്റ് കൂടെ പറഞ്ഞാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പോരട്ടെ, നെയ് റോസ്റ്റ് പോരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് വന്നിട്ട് പനീർ ഇത് മതി, ദോശ മതി എന്ന് പറഞ്ഞു. പനീർ മസാല ദോശ അത് മതി എന്ന് പറഞ്ഞു.
അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ എന്നാൽ ശരി. എന്നോട് ഒന്നുകൂടി ചോദിച്ചു നിനക്ക് നെയ് റോസ്റ്റ് വേണ്ടല്ലോ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ അതൊരു വല്ലാത്ത തിരഞ്ഞെടുപ്പായിപ്പോയി എന്ന് എനിക്ക് പിന്നീട് എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി എന്ന് മനസ്സിലായി. കാരണം ചേട്ടൻ്റെ നെയ് റോസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാൻ അതായിരുന്നു ലുക്ക്. അതൊരു കുത്തബ് മിനാർ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു തൊപ്പി വെച്ച പോലെ, സത്യം കുത്തബ് മിനാറൊന്നുമല്ല, തൊപ്പി വെച്ചതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കങ്ങനെ തോന്നാറില്ലേ, അത് മതിയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ എൻ്റെ പനീർ ദോശ ചേട്ടനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഞാൻ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു സിനിമ കാണാനായിട്ട് PVRലേക്ക് പോയി. PVRൽ ഞങ്ങൾ കണ്ട മൂവി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, വാഴ. നല്ല മൂവിയായിരുന്നു. അതായത് ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിട്ട് ആദ്യം പോണ്ട എന്നൊക്കെ വിചാരിച്ചെങ്കിൽ മാറ്റി വെച്ചൊരു മൂവിയായിരുന്നു. പക്ഷേ തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങൾ ചിരിച്ചു. ഒരു അവസാനത്തെ കുറച്ച് സെൻറ്റിയടി കുറച്ച് ബാക്കിയെല്ലാം നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷം നല്ലൊരു സിനിമയായിരുന്നു. സിനിമ കണ്ടിറങ്ങി ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.